ഇടതുപക്ഷത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള AK ശശീന്ദ്രൻ വളരെ വൈകാതെ തന്നെ UDF-ലേക്ക് എത്തും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണിത്. അതിന് കാരണമാകുന്നത് AK ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനത്ത് നോട്ടമിട്ടിരിക്കുകയാണ് തോമസ് കെ തോമസ്. നമുക്കറിയാം, കുട്ടനാട് MLA ആണ് തോമസ് കെ തോമസ്. എന്നാൽ AK ശശീന്ദ്രൻ എലത്തൂർ MLA ആണ്. NCP-യുടെ MLA-മാരാണ് ഇരുവരും. എന്നാൽ NCP-യിൽ വലിയ രീതിയിലുള്ള അധികാരമാറ്റം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രനെതിരെ വലിയ തോതിൽ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് കുട്ടനാട് MLA. ഇതോടുകൂടിയാണ് AK ശശീന്ദ്രൻ UDF പാളയത്തിലേക്ക് പോകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സൂചന പുറപ്പെടുവിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ AK ശശീന്ദ്രൻ UDF-ൻ്റെ പാളയത്തിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ, അതല്ലെങ്കിൽ കുറച്ചധികം നേതാക്കളുമായി ചേർന്ന് നിയമസഭാ കാലാവധി തീരും മുമ്പേ ആണ് പോകുന്നതെങ്കിൽ തീർച്ചയായും രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള വലിയ സംശയമുണ്ട്. എന്നാൽ നിലവിൽ 2 MLA-മാർ മാത്രമാണ് NCP-ക്ക് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതൊന്നും വലിയ രീതിയിൽ പ്രശ്നമായി വരികയില്ല. നിലവിലെ സാഹചര്യത്തിൽ NCP-യുടെ നേതാവ് ശശീന്ദ്രൻ തന്നെയാണ്. എന്നാൽ ശശീന്ദ്രനെതിരെ വലിയ തോതിൽ ഒളിയമ്പുകൾ ചെയ്യാൻ തോമസ് കെ തോമസ് നിരവധി തവണ ശ്രമിക്കുന്നുണ്ട്. കുട്ടനാട് MLA ആയ തനിക്ക് വലിയ രീതിയിലുള്ള വെയിറ്റേജ് ഉണ്ട് എന്നും തൻ്റെ ജ്യേഷ്ഠനായ തോമസ് ചാണ്ടിക്ക് വലിയ രീതിയിലുള്ള ആധിപത്യം പാർട്ടിയുടെ മേൽ ഉണ്ടായിരുന്നുവെന്നും മാണി C കാപ്പൻ പോയതോടുകൂടി NCP എന്നത് എല്ലാ അർത്ഥത്തിലും UDF-ൻ്റെ കൂടെ ആകേണ്ട സാഹചര്യമാണ്. കൃത്യമായി അതിനുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. NCP കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. മഹാരാഷ്ട്രയിലെ NCP-യിൽ ശരത്ചന്ദ്ര പവാർ വിഭാഗം ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷവുമായി നിന്നത് അധികാരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ആ ഒരു രീതിയിലേക്ക് ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പൊട്ടിത്തെറി ഉണ്ടാകുമോ അതോ മൊത്തത്തിൽ കൂടോടെ UDF-ലേക്ക് പോകുമോ, ഇത്തരത്തിലുള്ള നിരവധിയായ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും NCP വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമാണ് ഇടതുപക്ഷത്തിന്മേൽ ചുമത്തുന്നത്. NCP-ക്ക് കൂടുതൽ സീറ്റുകൾ വേണം എന്ന ആവശ്യവും ഇടതുപക്ഷത്തോട് ഉന്നയിക്കുന്നുണ്ട്. അത് തന്നില്ലെങ്കിൽ എങ്ങനെയും പോവുക എന്നുള്ള നീക്കമാണ് നടത്തുന്നത്. നമുക്കറിയാം, NCP-യുടെ കാര്യത്തിൽ മാത്രമല്ല നിരവധി ഘടകകക്ഷികൾ ഇടതുപക്ഷത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. CPIM-ൻ്റെ ഈ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ താല്പര്യമില്ല എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ NCP-യിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാകും. ആ വിഭാഗീയതയിൽ ഇരുവരും തമ്മിൽ തല്ലും എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചേരിതിരിഞ്ഞ് വാക്പോര് അതിരൂക്ഷമാക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും അത് UDF-ലേക്കുള്ള ഒരു മുന്നണി പ്രവേശത്തിൻ്റെ ഒരു സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് കൂടുതൽ സഖ്യകക്ഷികൾ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിൻ്റെ കെട്ടുറപ്പിനെ നല്ലവണ്ണം ബാധിക്കും. ഒരുപക്ഷെ ഇടതുപക്ഷ സംവിധാനം തന്നെ തകർന്നേക്കാം.